ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ സെക്കൻഡ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതായത് ഈ സെക്ഷനിൽ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് ഒരു റെക്റ്റിലീനിയർ, അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനിലുള്ള ഒരു ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ദാറ്റ് മീൻസ് ദി കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഉള്ള ബോഡി ഫോളോ ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനാണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനും. ഇതിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും V0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എ ഈസ് ദി ആക്സിലറേഷൻ, ടി ഈസ് ദി ടൈം ആൻഡ് എക്സ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വി ബാർ ഈസ് ദി ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിലോട്ട് നോക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതായാലും എല്ലാ വർഷവും ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 2 പ്രോബ്ലംസ് വരെ ചോദിച്ചിട്ടുണ്ട് ഇതേ പോർഷനിൽ നിന്ന്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഫോക്കസ് ചെയ്തിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഈ സെക്ഷനിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇത് 2017 ചോദിച്ചതാണ്. 2 objects P and Q traveling in the same direction start from rest. While the object P start at time t is equal to 0 and object Q start later at t is equal to 30 minutes. The object P has an acceleration of 40 km/h. To catch P at a distance of 20 km, the acceleration of Q should be. ഈ ചോദ്യത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 objects P and Q traveling in same direction start from rest. Same direction means it's traveling in a one-dimensional motion. It's a one-dimensional motion and start from rest means its initial velocity V0 is equal to 0. Okay. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? P സ്റ്റാർട്ട് ചെയ്തത് ടൈം t is equal to 0യിലും Q സ്റ്റാർട്ട് ചെയ്യുന്നത് 30 minutes ലേറ്ററുമാണ്. Q സ്റ്റാർട്ട് ചെയ്യുന്നത് 30 minutes ലേറ്ററുമാണ്. അതായത് P സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റുകൾക്ക് ശേഷമാണ് ദി Q സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്റ്റ് P ഹാസ് ആൻ ആക്സിലറേഷൻ ഓഫ് 40 km/h. അതായത് ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് P ഈസ് 40 km/h. ആൻഡ് ടു ക്യാച്ച് P at a distance of 20 km, the acceleration of Q should be. അതായത് P എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ Q ക്യാച്ച് ചെയ്യണമെങ്കിൽ Q എത്ര ആക്സിലറേഷനിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്? ഓക്കെ, 20 km അകലെ വെച്ച് ക്യൂവിന് Pനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ Q എത്ര ആക്സിലറേഷനിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്? ഓക്കെ, അപ്പം 20 km കൊണ്ട് ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Pയും Qയും ടോട്ടൽ സഞ്ചരിക്കുന്ന ദൂരമാണ് 20 km എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഓവർടേക്ക് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിച്ച ടോട്ടൽ ദൂരം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആക്സിലറേഷനാണ്. നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? ദറ്റ് ഈസ് x is equal to V0t plus half at² ആണ്. ഓക്കെ, അപ്പം ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. x is equal to V0t plus half at². ഓക്കെ, ഇനി നമ്മൾ പിയുടെ കേസിലുള്ള ഡിസ്റ്റൻസ് അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ പി ഈ പോയിന്റിൽ നിന്ന് P സ്റ്റാർട്ട് റെസ്റ്റിൽ നിന്ന് എവിടെ 20 km അകലെ എത്താൻ എടുത്ത സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇക്വേഷൻ പിയുടെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് എത്രയാ? 20. V0 is 0. Therefore ഈ ടേം ക്യാൻസൽ ആയിപ്പോവും. പിന്നുള്ളത് ഹാഫ് at² ആണ്. ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു t².
ഈ ഇക്വേഷനിൽ നിന്ന് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20/20 ദറ്റ് ഈസ് 1 ഓർ ടി ഇസ് ഈക്വൽ ടു 1 ആവാം. ബിക്കോസ് വെലോസിറ്റി ഈസ് ഇൻ കിലോമീറ്റർ പെർ അവർ, therefore അവർ ടൈം ഇൻ അവർ. ഓക്കെ, ഇനി ഈ പി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ് നമ്മൾ ടി എന്നെടുത്തത് അല്ലേ? അങ്ങനെയെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈം എത്രയായിരിക്കും? ദിസ് ടി മൈനസ് 30 മിനിറ്റ് ആയിരിക്കില്ലേ? കാരണം 30 മിനിറ്റുകൾക്ക് ശേഷമാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്തത്. therefore that is equal to 30 മിനിറ്റിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ ആൻസർ കിലോമീറ്റർ പെർ അവർ സ്ക്വയറിലാണ്. therefore ടി മൈനസ് 30 മിനിറ്റ്സ് ഈക്വൽ ടു ഹാഫ് അവർ. ഫോർ ടി മൈനസ് ഹാഫ് ടൈം കൊണ്ടാണ് ക്യൂ എന്ന ഒബ്ജക്റ്റ് ഈ 20 കിലോമീറ്റർ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ക്യൂവിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ക്യൂ സഞ്ചരിക്കുന്ന ദൂരം എത്ര തന്നെയാണ്? 20 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് ഈ ടൈം ഇല്ല. പിന്നെ ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ഇൻറ്റു എ ഓഫ് ക്യൂ ഇൻറ്റു ടി സ്ക്വയർ. ടി ഇവിടെ എത്രയാണ്? ടി മൈനസ് ഹാഫ് ആണ്. ഫോർ ടി മൈനസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ആണ്. ടി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ടി ഈസ് ഈക്വൽ ടു 1 അവർ. therefore 1 മൈനസ് ഹാഫ് ഈസ് ഹാഫ്. therefore a divided by 2 into a q divided by 2 into half the whole square, that is 1/4. therefore we can get a of object q is equal to 20 into 2, that is 40 into 4, that is 4×4 16, that is equal to 160 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. ഇതായിരിക്കും ഒബ്ജക്റ്റ് ക്യൂവിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ. ഇനി 2017 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, എ ട്രെയിൻ ഓഫ് ലെങ്ത് എൽ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ടി. എ പേഴ്സൺ അറ്റ് ദി ബാക്ക് ഓഫ് ദി ട്രെയിൻ ഫയർസ് എ ബുള്ളറ്റ് at time t is equal to 0 towards a target which is at a distance of d at time t is equal to 0 from the front of the train on the same direction of motion. Another person at the front of the train fires another bullet at a time t is equal to capital T towards the same target. Both the bullets reach the target at the same time. Assuming the speed of the bullets Vb are the same, the length of the train is. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് എൽ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ടി. ഓക്കെ, അപ്പം ട്രെയിൻ, നമ്മളൊരു ട്രെയിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ട്രെയിൻ ഓഫ് ലെങ്ത് എൽ മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ടി. Okay. A person at the back of the train fires a bullet at a time t is equal to 0. അതായത് ഈ ട്രെയിനിൻ്റെ ബാക്കിൽ ഒരു പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഹീ ഫയേഴ്സ് എ ബുള്ളറ്റ്. ഓക്കെ, അറ്റ് t is equal to 0 towards a target which is at a distance d from the front of the train on the same direction at a time t is equal to 0. t is equal to 0യിൽ ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് അകലെ, ദിസ് ഈസ് ഡി ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ ടാർഗറ്റ് ഉള്ളത്. ഓക്കെ, another person at the front of the train fires another bullet at a time t equal to capital T. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വേറൊരു പേഴ്സൺ ഉണ്ട്. ഹീ ഈസ് ഓൾസോ ഫയറിങ് എ ബുള്ളറ്റ്. ഓക്കെ, ഏത് ടൈമിലാണ്? ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ടൈമിലാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്, ഇതേ ടാർഗറ്റിലോട്ട്. ഓക്കെ, ബോത്ത് ബുള്ളറ്റ്സ് റീച്ച് ദി ടാർഗറ്റ് അറ്റ് ദി സെയിം ടൈം. ഈ രണ്ട് ബുള്ളറ്റും ഈ ടാർഗറ്റിലെത്തുന്നത് ഒരേ സമയത്താണ്.
അസ്യൂമിങ് ദി സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ്സ് വി ബി ആർ സെയിം. ഇപ്പോൾ രണ്ട് ബുള്ളറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? വി ബി ആണ്. ഓക്കെ, ദെൻ ദി ലെങ്ത് ഓഫ് ദി ട്രെയിൻ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇപ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പം തന്നെ അത് ഇമാജിൻ ചെയ്ത് അതിനെ ഡ്രോ ചെയ്തെടുക്കണം. അല്ലാതെ മുഴുവൻ വായിച്ചിട്ട് തിരിച്ചു വന്ന് ഡ്രോ ചെയ്യാൻ നിൽക്കരുത്. വായിക്കുമ്പം തന്നെ ഇങ്ങനെ വരച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ സിമ്പിളി നിങ്ങളൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയും ചെയ്യും, നിങ്ങളത് ഇട്ടിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ചെയ്യാതെ പോകും. അപ്പം നിങ്ങൾ വായിക്കുമ്പം തന്നെ ആ ക്വസ്റ്റ്യൻ ഇമാജിൻ ചെയ്ത് ട്രെയിൻ, അതിൻ്റെ ബാക്കിൽ ഒരാൾ, ഫ്രണ്ടിൽ ഒരാൾ, അതുപോലെ ക്വസ്റ്റ്യൻ ഇമാജിൻ ചെയ്ത് അതിൻ്റെ ഫിഗർ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഡ്രോ ചെയ്തെടുക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിലൊരു കാര്യം കൂടി, ബോത്ത് ദി ബുള്ളറ്റ്സ് റീച്ച് അറ്റ് ദി സെയിം ടൈം. അപ്പം ഈ ടാർഗറ്റിൽ ഈ ബുള്ളറ്റ് എത്തുന്ന ടൈമിനെ നമുക്ക് ടി എന്ന് വിളിക്കാം. ടി എന്ന ടൈമിലാണ് ഈ രണ്ട് ബുള്ളറ്റും ഈ ടാർഗറ്റിൽ ടച്ച് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെർഫോർ നമുക്ക് ഡിസ്റ്റൻസ് ഉള്ള രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. അതിന് ഇത് വി സ്ക്വയർ ടേം വെലോസിറ്റിയുടെ സ്ക്വയറിലോട്ടൊക്കെ പോകും. അപ്പം അതൊരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പം നമ്മുടെ സിമ്പിളായിട്ട് പിന്നെ ഓക്കെ, അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യാം? ഇതിനകത്ത് ടൈമുണ്ട്, വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവ മൂന്നും ഒരുമിച്ചുള്ള ഇക്വേഷൻ ഏതാ? നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈമുണ്ട്, വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെർഫോർ അവർ ഇക്വേഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ ഈ പേഴ്സൺ, നമ്മുടെ ട്രെയിൻ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ടി. അപ്പം ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് ഈ ടാർഗറ്റിലെത്താൻ എടുക്കുന്ന ടൈം ടി ആണ്. അതിൻ്റെ വെലോസിറ്റി വി ബി ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി വി ബി ആണ്. ആൻഡ് ആക്സലറേഷൻ എത്രയാണ്? കോൺസ്റ്റൻ്റ് ആക്സലറേഷനാണ്. അതായത് ഈ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് സ്പീഡാണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? വി ടി ആണ്. നമ്മുടെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? വി ബി ആണ്. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി മാറുന്നില്ല. അപ്പം വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0 ആണ്. അതായത് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു വി സീറോ ടി.
ഓക്കെ, ഇനി എക്സ് എന്താണ്? ഈ ട്രെയിൻ ഫസ്റ്റ് ബുള്ളറ്റിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ട്രെയിനിൻ്റെ ലെങ്തും ഈ ഡിസ്റ്റൻസ് ഡിയും, ഇതാണ് ടോട്ടൽ ലെങ്ത് ട്രാവൽഡ് ബൈ ദി ഫസ്റ്റ് ബുള്ളറ്റ്. ഓക്കെ, therefore x we can write as L plus D is equal to V0 എന്താ? ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണെന്നുള്ളതാണ്. ട്രെയിൻ വി ടി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ട്രെയിനിനുള്ളിരിക്കുന്ന ഒരാൾ വി ബി വെലോസിറ്റിയിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിവിടെ കാണേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കണം. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് വെലോസിറ്റിയുടെ റിലേറ്റീവ് വെലോസിറ്റിയാണ്. അതായത് ഇത് രണ്ടും മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. അപ്പം സെയിം ഡയറക്ഷനിൽ രണ്ട് വെലോസിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണ്. therefore V0 is VB minus VT. ഓക്കെ, ഇൻറ്റു ടി ടൈം കൊണ്ടാണ് ഇത് ടാർഗറ്റിലെത്തുന്നത്. therefore ഇൻറ്റു ടി. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിലുള്ള ഒരാൾ ടി ടൈമിന് ശേഷം വി ബി വെലോസിറ്റിയിലുള്ള ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. അപ്പം അയാൾ ആ ബുള്ളറ്റ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡി ആയിരിക്കുമോ? അല്ല, കാരണം ഈ ടി ടൈമിന് ശേഷമാണ് ഇത് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. ടി =0 ഇയാൾ ബുള്ളറ്റ് ഫയർ ചെയ്തെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡി ആയിരിക്കും. പക്ഷെ ടി ടൈം കൊണ്ട് ഈ ട്രെയിൻ ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ വരെ എത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോഴാണ് ഈ ട്രെയിനിൻ്റെ മുമ്പിലിരിക്കുന്നയാൾ ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ആ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഡി മൈനസ് ഈ ഡിസ്റ്റൻസ്. അതായത് ട്രെയിൻ വി ടി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി ഇൻറ്റു ടി ടൈമിൽ, ടി ടൈം കൊണ്ടുകൊണ്ട് വി ടി വെലോസിറ്റി ഉള്ള ട്രെയിൻ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വി ടി ഇൻറ്റു ടി ആയിരിക്കും. therefore ഡി മൈനസ് വി ടി ഇൻറ്റു ക്യാപിറ്റൽ ടി ആയിരിക്കും നമ്മുടെ ഈ ബുള്ളറ്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, then the relative velocity is again VB minus VT. കാരണം വെലോസിറ്റി ഓഫ് ട്രെയിനും ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷനാകുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് ഇൻറ്റു ടൈം ടി. ടി എത്രയാണ്? അതായത് ഇത് ടോട്ടൽ ടൈം ടി ആണ്. ഇത് ടി ടൈമിന് ശേഷമാണ് ഫയർ ചെയ്യുന്നത്. therefore ടോട്ടൽ ടൈം ടി മൈനസ് ക്യാപിറ്റൽ ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമ്മളൊന്ന് സബ്ട്രാക്റ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് എൽ പ്ലസ് വി ടി ഇൻറ്റു ടി. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഡിയും ക്യാൻസൽ ആവും. therefore എൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി ടി ഇൻറ്റു ടി മൈനസ് വി ബി മൈനസ് വി ടി ഇൻറ്റു ടി. ഇത് ക്യാൻസലായി. പിന്നെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ദെൻ വി ബി മൈനസ് വി ടി ഇൻറ്റു ക്യാപിറ്റൽ ടി. ഓക്കെ, ഇത് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എല്ലല്ലേ കാണേണ്ടത്. ഇനി നമുക്ക് എല്ലിന് വേണ്ടി ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. therefore L is equal to VB minus VT into T minus VT into T. Okay, that means minus VT into T and minus V2VT. therefore VB minus 2VT into capital T. ഇതായിരിക്കും ഈ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവർ ഓപ്ഷൻ ഇ. അപ്പോൾ ഓപ്ഷൻ ഇ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഇത് 2016 ചോദിച്ചതാണ്.
If a train of length 300 meter crosses a bridge at a speed of 108 km per hour in 30 seconds, then the length of the bridge is. ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രെയിൻ ഓഫ് ലെങ്ത് 300 meter crosses a bridge at a speed of 108 km per hour. അപ്പം ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 108 km per hour ആണ്. ഇൻ 30 seconds. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 30 seconds ആണ്. ദെൻ ദി ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ്. അങ്ങനെയെങ്കിൽ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രെയിൻ, ഇത് നമ്മുടെ ബ്രിഡ്ജ്. ഓക്കെ, നമുക്ക് ബ്രിഡ്ജിൻ്റെ ലെങ്ത് എല്ലായിട്ട് എടുക്കാം. അപ്പം ഈ ട്രെയിന് ഈ ബ്രിഡ്ജ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡാണ്. ആ സമയത്തെ ട്രെയിനിൻ്റെ വെലോസിറ്റിയാണ് 108 km/h. അപ്പം ഏത് ഇക്വേഷനാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്. ഓക്കെ, ദെൻ വി വിൽ യൂസ് അഗെയിൻ ദി സെക്കൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് at². അഗെയിൻ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. ദെൻ ആക്സിലറേഷൻ ഈസ് 0, ദെർഫോർ ഈ ടേം 0 ആയി. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു v0t ആണ് നമ്മുടെ ഇക്വേഷൻ. v0 ആണ് vt 108 km/h. ടൈം t തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 30 seconds. ദെൻ ഈ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ എക്സ് അല്ല, നമുക്ക് L ആണ് കാണേണ്ടത്. ഈ എക്സ് എത്രയാണ്? നമ്മുടെ ഈ ട്രെയിൻ ഇവിടെയുണ്ട്, ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. അപ്പോൾ ഈ ട്രെയിൻ ഈ പാലം കടക്കാൻ എടുക്കുന്ന സമയം, അതായത് ഈ ട്രെയിൻ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഈ ട്രെയിൻ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ പാലത്തിലാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ പാലം കിടക്കുമോ ട്രെയിൻ? ഇല്ല. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയ ട്രെയിൻ, ഇവിടുന്ന് ഈ പാലത്തിൽ കയറിയ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ട്രെയിന് ഇവിടെ എത്തുമ്പോഴായിരിക്കും ഈ ട്രെയിനിൻ്റെ ബാക്ക് ഈ പാലം കിടക്കുക. ഓക്കെ, അതായത് ഈ പാലത്തിൻ്റെ ദൂരം പ്ലസ് ഈ ട്രെയിനിൻ്റെ ദൂരമായിരിക്കും ടോട്ടൽ ലെങ്ത് ട്രാവൽഡ് ബൈ ദി ട്രെയിൻ. ഓക്കെ, അതെത്രയാണ്? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 300 meter ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് എൽ എന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ ലെങ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു v0t. v0 എത്രയാണ്? 108 km/h ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് 30. നമ്മുടെ ആൻസർ എന്തിലാണ് തന്നിരിക്കുന്നത്? മീറ്ററിലാണ്. അപ്പം നമ്മൾ ഈ വെലോസിറ്റീനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെർഫോർ 108 ഇൻറ്റു കിലോമീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 meter ആണ്. ഓക്കെ, ആൻഡ് 1 hour എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡുകളാണ്? ദറ്റ് ഈസ് 60 × 60, ദറ്റ് ഈസ് 3600 സെക്കൻഡാണ് 1 hour എന്ന് പറയുന്നത്. ദാറ്റ് ഇൻറ്റു ടൈം ഈസ് 30 seconds. 30 സെക്കൻഡ് കൊണ്ടാണ് ഈ പാലം ട്രെയിൻ കവർ ചെയ്യുന്നത്. ഓക്കെ, ദെർഫോർ ഈസ് ക്യാൻസൽഡ്. 30-ൽ 6 പ്രാവശ്യം, 30-ൽ 5 പ്രാവശ്യം, 6-ൽ 1 പ്രാവശ്യം, 10-ൽ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം, 48-ൽ 8 പ്രാവശ്യം. ഓക്കെ, അപ്പം 18 × 5. ഓക്കെ, ദെൻ ഓക്കെ 5 ഈസ് 18 × 5 എത്രയാണ്? 8 5 40, ശിഷ്ടം 4, 1 5 5 4, 9 ഇൻറ്റു 10 900. ഓക്കെ, therefore this is 900. Therefore L is equal to 900 minus 300, that is 600 meter. This is the length of the bridge. That is option B. അപ്പോൾ അടുത്ത പ്രോബ്ലം, a bus is moving with a velocity of 10 meter per second on a straight road. A scooterist wishes to overtake the bus in 1 minute. If the bus is at a distance of 1.2 km ahead, then the velocity which
വിത്ത് വിച്ച് ഹി ഹാസ് ടു ചേസ് ദി ബസ്. എന്താണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ ബസ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി. നമുക്കൊരു ബസ്സുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ്. ഈ ബസ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ബസ് ഈസ് ഈക്വൽ ടു 10 meter/second. ഓക്കെ, ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. നമുക്ക് സ്ട്രെയിറ്റ് റോഡും കൂടി വരയ്ക്കാം. എ സ്കൂട്ടറിസ്റ്റ് വിഷസ് ടു ഓവർടേക്ക് ദി ബസ് ഇൻ 1 minute. അതായത് ഒരു സ്കൂട്ടറുകാരന് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം. എത്ര മിനിറ്റിൽ? 1 minute കൊണ്ട്. അതായത് ടൈം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്. therefore ടൈം ഈസ് ഈക്വൽ ടു 1 minute, that is 60 seconds. ഓവർടേക്കൺ എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ടൈം. അതാണ് നമ്മുടെ ടൈം ടേക്കൺ. that is t is equal to 60 seconds. If the bus is at a distance of 1.2 kilometer ahead. അതായത് നമ്മുടെ സ്കൂട്ടറുകാരൻ ഇതാണ്. ഓക്കെ, അതിൻ്റെ ഈ സ്കൂട്ടറുകാരൻ ഇത് ഓവർടേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഈ ബസ് 1.2 kilometer മുമ്പിലാണ്. ഓക്കെ, then the velocity with which he has to chase the bus. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂട്ടറുകാരൻ്റെ വെലോസിറ്റി എത്രയായിരിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. എഗെയിൻ ഈ ചോദ്യത്തിൽ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു v0 പ്ലസ് ഹാഫ് at². കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ്, അല്ല ആക്സിലറേഷൻ 0 ആണ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ്, ആക്സിലറേഷൻ 0. therefore എക്സ് ഇസ് ഈക്വൽ ടു v0 ഇൻറ്റു ടി ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ടി 60 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബസ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബസ്സിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, ടൈം 60 സെക്കൻഡാണെന്ന് പറയാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബസ്, ഇവിടെ നിൽക്കുന്ന ബസ് എത്രമാത്രം മുമ്പോട്ട് പോയി? ദാറ്റ് ഈസ് ഈക്വൽ ടു v0, that is 10 into time, that is 60, therefore 600 meter. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ഡി എന്ന് വിളിച്ചാൽ ഡി ഇസ് ഈക്വൽ ടു 600 meter ആണ്. അപ്പോൾ ഈ 60 സെക്കൻഡ് കൊണ്ട് ഈ സ്കൂട്ടറുകാരൻ ഓവർകം ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 1.2 kilometer മീൻസ് 1200 meter പ്ലസ് 600, അതായത് 1800 meter ആണ് എത്ര സമയം കൊണ്ട്? 60 സെക്കൻഡ് കൊണ്ട് ഈ സ്കൂട്ടറുകാരൻ കവർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? ദെൻ മീൻസ് വെലോസിറ്റി ഓഫ് ദി സ്കൂട്ടർ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 1800 ഡിവൈഡഡ് ബൈ 60. ഇത് ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഒരു പ്രാവശ്യം, 18 3 പ്രാവശ്യം. therefore 30 meter/second ആയിരിക്കും നമ്മുടെ സ്കൂട്ടറുകാരൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.